ഇന്ത്യക്ക് പുറത്ത് ഒരുപക്ഷെ തീർത്തും ജനാധിപത്യ രീതിയിൽ എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ ലോകത്ത് തന്നെ മാതൃകാ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു അസോസിയേഷനാണ് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ. ഒരുപാട് മലയാളികളെ എപ്പോഴും പിന്തുണച്ചുകൊണ്ടിരിക്കുന്ന എന്ന് മാത്രമല്ല എല്ലാ ഇന്ത്യക്കാരുടെയും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഓരോ വർഷത്തെയും തെരഞ്ഞെടുപ്പുകൾ വലിയ ചർച്ചയാവുകയും വലിയ രീതിയിൽ ആവേശഭരിതമാവുകയും ചെയ്യുന്നു. ഇവിടുത്തെ ഗവൺമെൻറ് അതിനുള്ള എല്ലാ അംഗീകാരവും പിന്തുണയും നൽകുന്നു, പ്രോത്സാഹനവും നൽകുകയാണ്. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തി നിൽക്കുമ്പോൾ നിലവിലുള്ള പ്രസിഡന്റ് നിസാർ തലങ്കര നമ്മോടൊപ്പമുണ്ട്. ജനാധിപത്യ മുന്നണിക്ക് വേണ്ടിയാണ് ഇത്തവണയും അദ്ദേഹവും അദ്ദേഹത്തിന്റെ ടീമും മത്സരിക്കുന്നത്. എന്തായാലും വിജയ ആശംസകൾ നേരുകയാണ് തുടക്കം. താങ്ക് യു. കാരണം അങ്ങയുടെ നേതൃത്വത്തിലുള്ള ഈ വർഷത്തെ ഒരു പ്രവർത്തനം എന്ന് പറയുമ്പോൾ നേരിട്ട് അനുഭവമുള്ള ഒരു മാധ്യമ പ്രവർത്തനമാണ് ഞാൻ. കാരണം പല വിഷയങ്ങളും നമ്മൾ നേരിട്ട് സംസാരിക്കാറുണ്ട്. എനിക്ക് പെട്ടെന്ന് തോന്നാറുള്ളത് ഏത് സമയത്തും നിസാർക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവൈലബിൾ ആവുക, അതുപോലെ തന്നെ ഏത് സമയത്തും എന്തിനൊരു ആക്ഷൻ ഉണ്ടാവുക എന്നുള്ളത്. എനിക്ക് പേഴ്സണലി ഒരു മാധ്യമ പ്രവർത്തനം എന്ന രീതിയിൽ 10-16 വർഷമായിട്ട് യു എയിൽ നിൽക്കുന്ന ഒരു മാധ്യമ പ്രവർത്തന രീതിയിൽ ഞാൻ അദ്ദേഹത്തെ അത്രയേറെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. നമുക്ക് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ശ്രീപ്രകാശിൻ്റെ ഭാഗത്തു നിന്നായാലും നിങ്ങളുടെ ഒരു ടീം എന്ന് പറയുന്നത് ശരിക്കും ആദ്യം വലിയ ചർച്ചയായിരുന്നു. കാരണം ഇങ്ങനെ ഒരു റോൾ മോഡലിലേക്ക്, അതായത് ഇവിടെ ഒരു ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ഒരു കക്ഷി ഉണ്ടാവുക എന്ന്, അതിനെന്തായാലും നേതൃത്വം നൽകാൻ പറ്റുന്ന ഒരാൾ തന്നെയാണ് നിസാർ തലങ്കര. കാരണം ഒരു സെമിത്തേരിയുടെ ഒക്കെ വർക്കും അതൊക്കെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്നതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നിൽക്കുമ്പോൾ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിങ്ങൾ ഈ മെമ്പർമാരോട്, വോട്ട് ചെയ്യേണ്ട ആളുകളോട് എന്താണ് പറയാനുള്ളത്? ഈ 17-ാം തീയതി വീണ്ടും ഒരു ഇലക്ഷനെ നേരിടുകയാണ് ഇതേ നിലവിലുള്ള ഭരണമുന്നണി. ആദ്യമായി പറയാനുള്ളത്, വിവിധ വ്യത്യസ്തതകളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് നമുക്കൊക്കെ ഒന്നാവാൻ പറ്റുമെന്ന് തെളിയിച്ച ഒരു മുന്നണിയാണിത്. അതിപ്പോൾ എന്നോടൊപ്പമുള്ളത് എൻ്റെ പ്രിയങ്കരനായ സഹോദരൻ എന്ന് തന്നെ പറയാം, ശ്രീപ്രകാശ്. കഴിഞ്ഞ പ്രഗത്ഭനായ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം. ഇത്തിസ്ലാത്തിലെ എഞ്ചിനീയർ ആയിരുന്നു, ഇപ്പോൾ സ്വന്തമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അതോടൊപ്പം ട്രഷറായി വന്നിട്ടിരിക്കുന്നത് ജിബി ബേബിയാണ്. അദ്ദേഹം വളരെ എഫക്റ്റീവായിട്ട് എൻ്റെ കൂടെ കഴിഞ്ഞ 2.5 വർഷം ജോയിൻറ്റ് ജനറൽ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്ത വളരെ എഫിഷ്യൻ്റായ ഒരു ചെറുപ്പക്കാരനാണ്. ഭാവിയിലെ ഇന്ത്യൻ അസോസിയേഷൻ പ്രവർത്തനത്തിന് മുതൽ കൂട്ടാവാൻ പറ്റുന്ന തരത്തിലുള്ള പ്രവർത്തകനാണ്. അത്ര എക്സ്പീരിയൻസ് ആളാണ്. എൻ്റെ കൂടെ 3 പേരായിട്ട് ഞാൻ, എൻ്റെ കൂടെ ശ്രീപ്രകാശ്, അതോടൊപ്പം ജിബി ബേബി, അതോടൊപ്പം അതിൻ്റെ കൂടെയുള്ള ബാക്കിയുള്ള സഹഭാരവാഹികളുണ്ട്. പിന്നെ മാനേജിംഗ് കമ്മിറ്റിയും വളരെ സ്ട്രോങ് ആയിട്ടുള്ള, വളരെ എക്സ്പീരിയൻസും എക്സ്പെർട്ടൈസും ആയിട്ടുള്ള ആൾക്കാരാണ് എൻ്റെ കൂടെ ഉള്ളത്. ഒരു ടീമിനെയും ഞാൻ മാറ്റിയിട്ടില്ല. 1-2 പേര് ചെറിയ മാറ്റം വന്നിട്ടുണ്ട്, അല്ലാതെ ബാക്കി എല്ലാവരും കൂടെ നിർത്തി. അതോടൊപ്പം എൻ്റെ കൂടെ ഉണ്ട്. അതൊരു വലിയൊരു കാര്യമാണ്. കാരണം അവരെയൊക്കെ കൊണ്ടുപോവുക, കൂടാതെ എന്നുള്ളത്. അതെ, അതെന്തുകൊണ്ടാണ് ആ ടീമിൽ തന്നെ വരണം എന്ന് ഞാൻ ഉദ്ദേശിച്ചത്? കാരണം ഞങ്ങൾ ചെയ്ത കുറേ കാര്യങ്ങളുണ്ട്. കുറച്ച് കാര്യങ്ങൾ എടുത്ത് പറയാമോ? ഒരു ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ഈ 2.5 വർഷക്കാലം. അതെ, ആ ചെയ്ത കാര്യങ്ങളെ തുടർച്ചയും വേണം. ഈ 2 കാര്യമാണ്. ഒന്ന് നമ്മൾ തുടർച്ച ഉണ്ടാവേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഉദാഹരണം, നമ്മളതിനെ 2ആയി തിരിക്കാം. ഒന്ന് വിദ്യാഭ്യാസ മേഖലകൾ, അതാണ് നമ്മുടെ ഒരു പ്രധാന ഫോട്ടോ എന്ന് പറയുന്നത്, എക്സ്പെർട്ടൈസ് ഏരിയ. CBSE ചെയർമാൻ വന്നു, അദ്ദേഹം ചോദിച്ചു, ഇത്രയും വർഷം 45 വർഷക്കാലം വെറും സ്കൂൾ മതിയോ? വൈ ഡോണ്ട് യു ഗോ ഫോർ ഹയർ എഡ്യൂക്കേഷൻ? നമ്മളിവിടെ നേരിടുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. നമ്മളിവിടെ +2 കഴിഞ്ഞ പെൺകുട്ടികൾ പ്രത്യേകിച്ച് നാട്ടിലേക്ക് മാതാപിതാക്കൾക്ക്, അത് ഏത് ജാതി മതവിഭാഗമായിക്കോട്ടെ, അവർക്ക് വിടേണ്ട. എത്രയോ പാരൻസ് വന്നിട്ടുണ്ട് പറയുന്നത്, ഒരു ചെറിയൊരു കോളേജ് നിങ്ങൾക്ക് ഷാർജയിൽ നിന്നുകൊണ്ട് തുടങ്ങിക്കൂടാ, അല്ലെങ്കിൽ നിങ്ങൾക്ക് UAE വിവരം കടിസ്ഥാൻ തുടങ്ങിക്കൂടാ, ചെറിയൊരു ഫീസ് വെച്ചിട്ട് തന്നാൽ ഞങ്ങൾക്ക് അഫോർഡബിൾ ആയിരിക്കും. ഞങ്ങളെ പെൺകുട്ടികളെ നാട്ടിലേക്ക് വിടണ്ടല്ലോ. വലിയ സോഷ്യൽ പ്രശ്നമാണത്. കുട്ടികളാണ്, അവരെ നാട്ടിലേക്ക് അയക്കാൻ അച്ഛനും അമ്മയും ജോലിയിലാണ്, അവർക്ക് നാട്ടിൽ പോയി നിൽക്കാൻ പറ്റില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോഴും നമ്മൾ ആലോചിച്ചു, എന്തുകൊണ്ട് ഒരു സെക്കൻഡ് ലെവൽ എഡ്യൂക്കേഷൻ ആലോചിച്ചുകൂടാ എന്നൊരു വലിയ തോന്നൽ ഞങ്ങൾ മനസ്സിലുണ്ടായി. ആ തരത്തിലുള്ള പ്രവർത്തനം തുടങ്ങിയിരുന്നു. തുടങ്ങുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിന് ബേസിക് ആയിട്ടുള്ള ആ പ്രവർത്തനത്തിന് മേഖലയൊക്കെ തുടങ്ങിയിരിക്കുകയാണ്. ഞങ്ങൾ എന്ത് ചെയ്തു എന്നാണ് നിങ്ങൾ ആദ്യം ചോദിച്ചത്. ആ ചോദ്യം വിദ്യാഭ്യാസപരമായിട്ട് നമ്മൾ വലിയ റവല്യൂഷനാണ് 45 വർഷത്തിൽ നമ്മൾ കൊണ്ടുവന്നത്, ഉണ്ടാക്കിയെടുത്തത്. അതൊന്ന്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇങ്ങനെ വളർന്നു വരിക. അടുത്തൊരു 10 വർഷം കഴിഞ്ഞാൽ എഡ്യൂക്കേഷനെ കംപ്ലീറ്റ് മോഡൽ മാറാൻ പോവാണ്. 1980-കളിൽ സ്കൂളും കോളേജും കഴിഞ്ഞ ഒരാളാണ് ഞാൻ. 80കളിൽ അന്ന് ആ സമയത്ത് പല മുദ്രാവാക്യങ്ങളുണ്ടായിരുന്നു. ആദ്യം പട്ടിണി മാറട്ടെ, പിന്നെ ആവാം കമ്പ്യൂട്ടർ, വിളിച്ചാളേ ഒന്നും ഞാൻ പറയുന്നില്ല. അപ്പോഴങ്ങനെ ഒരു മൈൻഡ് സെറ്റിൽ നിന്ന് ഞാനും എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഗൾഫിൽ 90s 80s ലാസ്റ്റിൽ ഇവിടെ എത്തുന്ന സമയത്ത് ഞങ്ങൾ മുമ്പിൽ ആദ്യം കൊണ്ടുവച്ച കമ്പ്യൂട്ടറാണ്. ഞങ്ങളന്ന് ഷാർജയിലുള്ള അമേരിക്കൻ യൂണിവേഴ്സിറ്റി പോയി 5 ദിർഹംസ് കൊടുത്ത് കമ്പ്യൂട്ടർ പഠിക്കാൻ തുടങ്ങി. പഠിച്ചു. നമ്മളൊക്കെ ഇതിൽ അഫോർഡബിൾ ഡോട്ട് മെട്രിക്സിൻ്റെ കാര്യത്തിൽ പഠിച്ച് പിന്നെ വർഷാവർഷം അപ്ഡേറ്റ് ആയിട്ടാണ് ഇതുവരെ കാരിയർ സക്സസ്ഫുൾ ആയിട്ട് ഇതുവരെ കൊണ്ടുപോയത്. അപ്ഡേഷൻ നടക്കുന്നത് ഇപ്പോൾ നടക്കുകയാണ്. അതിൽ നിന്നും മാറി ഇപ്പോൾ AI വന്നതോടുകൂടി വേറൊരു ലോകത്താണ് നമ്മൾ പോകുന്നത്. വേറെ പ്ലാനറ്റിലേക്കാണ് നമ്മുടെ കുട്ടികളുടെ യാത്ര. വേറൊരു പ്ലാനറ്റിലേക്കാണ്.
ആ പ്ലാനറ്റിലേക്ക് പോകുമ്പോൾ ആ പ്ലാനറ്റിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ നമ്മുടെ കുട്ടികളുടെ റിസോഴ്സ് എന്തൊക്കെയായിരിക്കണം, അതാണ് നമ്മളൊരു വിഷൻ വേണ്ടത്. അവിടെ ആ പ്ലാനറ്റിൽ എന്തൊക്കെയാണുള്ളത്, ആ പ്ലാനിലേക്ക് വേണ്ടത് എന്ന് വെച്ചാൽ അവർക്ക് പ്രോബ്ലംസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം, അവർ വെരി എഫക്റ്റീവ് ആയിരിക്കണം, ലീഡേഴ്സ് ആയിരിക്കണം അവർ. അപ്പോൾ ഞങ്ങൾ എന്ത് കൊണ്ടുവന്നു, ലീഡർഷിപ്പ് ക്യാമ്പ് വന്നു. ആരാ കൊണ്ടുവന്നത്? ഒന്ന് ടെഡെക്സ് ഞങ്ങൾ കൊണ്ടുവന്നു ക്യാമ്പസിൽ. ഞങ്ങൾ ഹോവാർഡ് യൂണിവേഴ്സിറ്റിൻ്റെ സീനിയർ ട്രെയിനേഴ്സിന് കൊണ്ടുവന്നു. കുട്ടികളെ നമ്മൾ ട്രെയിൻ ചെയ്തു. ഹവാർഡ് യൂണിവേഴ്സിറ്റി വേൾഡിലെ തന്നെ ഏറ്റവും പഴക്കം തഴക്കവും ചേർന്ന 200 ചില്ലാൻ വർഷം പഴക്കമുള്ള ഹവാർഡ് യൂണിവേഴ്സിറ്റിയിൽ അടക്കമുള്ള ട്രെയിനേഴ്സിനെ കൊണ്ടുവന്ന് ട്രെയിൻ ചെയ്യിച്ചു. കുട്ടികൾ, പാരൻറ്റ്, ടീച്ചേഴ്സ് കണക്ട് ചെയ്യിച്ചു. എല്ലാവരും ആരും കുട്ടികൾക്ക് ഫോൺ കൊടുക്കണ്ട എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞത് കുട്ടികൾക്ക് ടെക്നോളജി കൊടുക്കണം എന്നാണ് ഞാൻ പറയാം, പക്ഷേ വിത്ത് കൺട്രോൾ മാനർ. അങ്ങനെ ബ്രിങ് യുവർ ഓൺ ഡിവൈസ് എന്ന് പറയുന്ന ഇത് ഞങ്ങൾ കൊണ്ടുവന്നു. അതിൽ ശ്രീപ്രകാശ് വളരെ നല്ല, ഈസ് എ എഞ്ചിനീയർ, വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിലുള്ള കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ എക്സിക്യൂട്ടീവ് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ IT മേഖലകളിൽ പുതിയ ലാബ്സ് ഞങ്ങൾ കൊണ്ടുവന്നു. ആ ലാബ്സ് കഴിഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് തോന്നി ഇതിൽ തീരില്ല, നമ്മൾക്ക് AI 3-ാം ക്ലാസ് മുതൽ തുടങ്ങണം. അങ്ങനെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ തരത്തിലുള്ള ക്ലാസ്സുകളും അതിൻ്റെ ബുക്കുകളും അതിൻ്റെ ലാബും നമ്മൾ തുടങ്ങി. STEM ലാബ് എന്ന് പറയുന്ന ലാബ് ഞങ്ങൾ സ്കൂൾ എക്സിക്യൂട്ട് ചെയ്തു. ഉദ്ഘാടനം 2 ആഴ്ച മുമ്പ് ഉദ്ഘാടനം കഴിഞ്ഞു. അങ്ങനെ ഒരുപാട് ഇപ്പോൾ കഴിഞ്ഞ ആവറേജിലുണ്ടായിരുന്ന സ്കൂളിനെ ഞങ്ങൾ ഗുഡിലേക്ക് കൊണ്ടുവന്നു. ഇനി അത് വെരി ഗുഡിലേക്കുള്ള യാത്രയിലാണ്. ആ യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഒരു പിന്തുണ വേണമെന്നല്ലേ ശരിക്കും ആവശ്യപ്പെടുന്നത്? ആ യാത്രയിലേക്കുള്ള പിന്തുണയാണ് ഞാൻ ആദ്യം ചോദിക്കുന്നത്. അതുകൂടാതെ ഒരു സന്തോഷ വാർത്ത ആദ്യമായിട്ടൊരു മീഡിയയുടെ മുമ്പിൽ ഞാൻ പറയുകയാണ്. 45 വർഷക്കാലം നമ്മൾ ട്രൈ ചെയ്തിരുന്ന ഒരു സമുച്ചയമുണ്ട്, ഒരു കെട്ടിട സമുച്ചയമുണ്ട്. അതിൽ ചെറുതായിട്ട് നമ്മൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഗുബൈബ എന്ന് പറഞ്ഞ നമ്മുടെ ഗേൾസ് വിങ് സ്കൂളിൽ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കുറേ കെട്ടിടങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിൽ അവസാനം ആദ്യത്തെ കൺസ്ട്രക്ഷൻ ബിൽഡിങ്ങിന് 50 വർഷമായി. അത് റീകൺസ്ട്രക്ട് ചെയ്യേണ്ട സമയമായി. പലപ്പോഴും അതിൻ്റെ അപ്രൂവൽസ് ഞങ്ങൾ കിട്ടിയിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഒരു പ്ലാൻ ചെയ്തു, അതിൻ്റെ മുമ്പ് തന്നെ ഒരു കെട്ടിട സമുച്ചയം കൊണ്ടുവരാം. അതിന് വളരെ ബുദ്ധിമുട്ടി. ഞങ്ങൾ കഴിഞ്ഞ 1.5 വർഷം അത് ബുദ്ധിമുട്ടി. ഞങ്ങൾക്ക് അതിൻ്റെ അപ്രൂവൽ കിട്ടി. അപ്രൂവൽ കിട്ടിയ മാത്രമല്ല, ആ ബിൽഡിങ്ങിന് അത് ഇന്തോ അറബ് സ്ട്രക്ചറിലുള്ള ഒരു ബിൽഡിംഗ് ആണ് വരാൻ പോകുന്നത്. ഒരു ബ്യൂട്ടിഫുൾ ബിൽഡിംഗ്, അത് നമ്മുടെ കോൺസെപ്റ്റ്. ഒരു ബ്യൂട്ടിഫുൾ സ്ട്രക്ചറാണ് വരാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങളിപ്പോൾ അമേരിക്കൻ യൂണിവേഴ്സിറ്റി ഒക്കെ കണ്ടാൽ അതുമാതിരിയുള്ള സ്ട്രക്ചറാണ് വരാൻ പോകുന്നത് അവിടെ. അപ്പോൾ അത് ഞങ്ങൾക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു, ഈ സൈനസിൻ്റെ മകൻ, മരണപ്പെട്ടു പോയ മകൻ്റെ പേരിൽ അത് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ നമ്മൾ റിക്വസ്റ്റ് കൊടുത്തിരുന്നു. അപ്പോൾ സന്തോഷകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നലെ രാവിലെ ഈ സൈനസ് ആ വെള്ള പേപ്പറിൽ നമ്മൾ കൊടുത്ത റിക്വസ്റ്റിൽ, ഷാജാ ഇന്റർനാഷണൽ കൊടുത്ത ആ റിക്വസ്റ്റിൽ അതിൽ ഒപ്പുവെച്ചു, ഞങ്ങൾ തന്നു. കൺഗ്രാജുലേഷൻ. താങ്ക് യു. വലിയൊരു അച്ചീവ്മെന്റ് ആണ്. കാരണം ഈ രാജ്യത്തോടും അതുപോലെ തന്നെ ഇന്ത്യക്കാരോടും നമുക്ക് ചെയ്യാവുന്ന ഒരു വലിയൊരു, അതിൽ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളൊരു സോഫ്റ്റ് ഡിപ്ലോമസിന്റെ ആൾക്കാരാണ് ഓരോ ഇന്ത്യക്കാരും. നമ്മൾക്ക് ഈ രാജ്യത്തോട് ചെയ്ത കുറെ കടമകളുണ്ട്. അതുകൂടാതെ അവർ ചെയ്യുന്ന കുറെ ആദ്യം നമ്മളെപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. ഉറപ്പായിട്ടും. അപ്പോൾ ഇതൊരു ആ റിലേഷൻഷിപ്പിന്റെ സ്ട്രെങ്തനിങ് ആണ് ആ ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ പുതിയ കെട്ടിടം വരികയാണ്. ബോയ്സ് വിങ്ങിൽ ഇത്രയും കാലം 60% 70% ആയിരുന്നു. എയർപോർട്ടിൻ്റെ അപ്പുറത്താണ് ആ സ്കൂൾ ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ 100% ആയി, ഫുൾ ഫ്ലെഡ്ജായി സ്കൂള്. റിസൾട്ട് നല്ലതായി. ഇപ്രാവശ്യം CBSE റിസൾട്ട് വന്ന സംഭവം വൺ ഓഫ് ദി ബെസ്റ്റ് സ്കൂളാണ് മിഡിൽ ഈസ്റ്റിലെ 2 സ്കൂളും ഞങ്ങളുടെ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ ഭാഗത്ത് ചെയ്യാൻ പറ്റി. ലിപ്റ്റിസമ സ്കൂള് ഞങ്ങൾ എപ്പോഴും ക്ലോസ് ടു അവർ ഹാർട്ട് എന്ന് പറയുന്ന സ്കൂളിലേക്ക് പുതിയ ട്രെയിൻഡ് ടീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അത് ഉഷാറായി പോകുന്നു. അതിലെ ഒരു ലെറ്റർ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് പുതിയ കെട്ടിട സമുച്ചയത്തിലേക്കുള്ള. അതും ഈ സൈൻ ചെയ്തു. ലാൻഡിന് വേണ്ടി ഇപ്പം ഞങ്ങൾ ടൗൺ പ്ലാനിൽ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അവർ 1-2 സ്ഥലം കാണിച്ചിട്ടുണ്ട്. പക്ഷെ അത് കുറച്ച് ദൂരെ ആയതുകൊണ്ട് കുട്ടികൾ, സ്പെഷ്യലി കുട്ടികൾക്ക് ടൗണിൻ്റെ അടുത്ത് വേണം, 40 കിലോമീറ്റേഴ്സിൻ്റെ അകത്ത് വേണം എന്ന തരത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. നഴ്സറി ഉണ്ട്, നഴ്സറി എക്സ്പാൻഷൻ പ്ലാനിലുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഈ ഒരുപോലെ ചിന്തിക്കുന്ന കുറച്ച് ചെറുപ്പക്കാർ, ഇതേ ടീം ഞങ്ങളിവിടെ വേണം. അതാണ് ഞാനും ശ്രീപ്രകാശും GBBയും മുമ്പോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത്. അല്ലാത്ത കേരളത്തിലെ രാഷ്ട്രീയമല്ല. എനിക്ക് തോന്നുന്നു കേരളത്തിലെ രാഷ്ട്രീയം ഇല്ലെന്ന് തോന്നുന്നു. കാരണം ഇവിടെ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഇവിടെ ഈ 2.5 വർഷം ഇത്ര ഭംഗിയായിട്ട് ഭരിക്കില്ല. അല്ല, ചില ആൾക്കാർക്ക് ഒരു ഡിസ്കഷൻ ഉണ്ട്. പക്ഷേ ഞാൻ UDF നേതൃത്വവുമായി ബന്ധപ്പെട്ട് എന്നോട് പറഞ്ഞിട്ടുള്ളത് പ്രവാസി രാഷ്ട്രീയം, വിദ്യാഭ്യാസ രാഷ്ട്രീയം അത് മുമ്പിൽ വെക്കുക. അങ്ങനെ ഒന്നിച്ചു നിന്നിട്ടുള്ള പ്രവർത്തനം നടത്തി അവിടെ കേരള രാഷ്ട്രീയമോ അല്ലെങ്കിൽ തമിഴ്നാട് രാഷ്ട്രീയമോ അല്ലെങ്കിൽ ഡൽഹി രാഷ്ട്രീയമോ അത് വേണ്ട. നിങ്ങൾ നിങ്ങളുടേതായി മുമ്പോട്ട് പോകും. കാരണം ഈ അസോസിയേഷൻ മാതൃകയുണ്ട്. 45 വർഷമായിട്ട് സുശക്തമായിട്ട് ഈ തരത്തിലാണ് പോകുന്നത്. ഇതിന്റെ മുൻഗാമികളായിരുന്ന പ്രസിഡന്റുമാരൊക്കെ ഇതേ കോമ്പിനേഷൻ തന്നെ പ്രസിഡന്റ് ആയിട്ടുള്ളത്. അതെ, പലപ്പോഴും. പക്ഷേ അങ്ങനെ ഇതേ കോമ്പിനേഷനാണ്. ഈ കോമ്പിനേഷൻ ഇല്ലാതെ ഇവിടെ പല ആൾക്കും പ്രസിഡന്റ് ആകാൻ പറ്റിയിട്ടില്ല. എല്ലായ്പ്പോഴും എല്ലാവരും ഒന്നിച്ചു മാത്രമാണ് നല്ല പ്രവർത്തനം നടന്നിട്ടുള്ളത്. അല്ല, ഇത് എൻ്റെ തരത്തിൽ വേണം, എൻ്റെ കൺട്രോൾ വേണം എന്ന് മാത്രം പറയുന്നത് അത് ഇന്ത്യൻ അസോസിയേഷൻ മുമ്പോട്ട് വെക്കുന്ന
രാഷ്ട്രീയമോ അല്ല, അതോടൊപ്പം ഈ നാടും അത് നോ എന്ന് പറയുകയാണ്. ഈ നാടിന്റെ നിയമത്തെ നമ്മൾ മുമ്പോട്ട് പോകണം. അത് വി ഹാവ് ടു ബി അംബാസിഡർ. അങ്ങനെ ആ തരത്തിൽ കാര്യം പോകണം. അല്ലാണ്ട് നമുക്ക് ഞങ്ങള് പിന്നെ ഈ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ആൾക്ക് വേണ്ടിയുള്ള മാത്രമാണ് എന്ന് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പറഞ്ഞിട്ടില്ല. പ്രവാസികൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു ഈ 2.5 വർഷക്കാലം, സാധാരണക്കാരായ പ്രവാസികൾക്ക് വേണ്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇന്ത്യൻ അസോസിയേഷന്റെ നിലവിലെ പ്രസിഡന്റിന് പറയാനുള്ളത്? നമ്മൾ ഒരുപാട് പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നടത്തിയൊരു പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഓപ്പൺ ഹൗസ് വെച്ചിരുന്നു. ആ ഓപ്പൺ ഹൗസിലാണ് നമ്മൾക്ക് മിഷൻ കാശ്മീർ എന്ന് പറയുന്ന ഒരു പ്രായമുള്ള ഒരു മനുഷ്യനെ ഞങ്ങൾ 6 മാസം താമസിപ്പിച്ച് നാട്ടിലേക്ക് എത്തിച്ച ഒരു സംഭവം. അതുപോലെ ഒരുപാട് കുടുംബങ്ങളെ, നമ്മൾ ബുദ്ധിമുട്ടുള്ള കുടുംബങ്ങളേക്ക് നമ്മൾ നാട്ടിലെത്തിയിട്ടുണ്ട്. കുറേ കുടുംബം കഷ്ടത അനുഭവിക്കുന്ന കുറേ ആൾക്കാരൊക്കെ ഇവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റ് സഹായിച്ച് കൊണ്ട് അവരെ നാട്ടിലേക്ക് ആക്കാനും അവരെ കേസുകളൊക്കെ തീർക്കാനും പറ്റിയിട്ടുണ്ട്. അതിലുപരിയായി നിങ്ങൾക്കറിയാം, കഴിഞ്ഞ വർഷം നടന്ന 2 ദാരുണമായ ഷാർജയിൽ നടന്ന സംഭവം, 2 കുട്ടികളെ ആത്മഹത്യ. അതിനുശേഷം ഞങ്ങൾ ഉണ്ടാക്കിയ റൈസ് എന്ന് പറയുന്ന പദ്ധതി, അതാണ് ക്ലോസ് ടു അവർ ഹാർട്ട്. റൈസ് എന്ന പദ്ധതി ഏകദേശം 220 ചില്ലാനം ആൾക്കാരുടെ 240 കേസുകൾ നമ്മൾ അത് ഇതുവരെ ഹാൻഡിൽ ചെയ്തു. പരിഹരിക്കാൻ പറ്റും. ഒരു പരിധി വരെ ഏകദേശം 80% നമ്മൾ പരിഹരിച്ചു. വെരി ഗുഡ്. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത്, ഇന്ന് UAE ഒരു മലയാളിക്ക് അല്ലെങ്കിൽ പ്രത്യേകിച്ച് വനിതകൾക്ക് മനസ്സിൻ്റെ അകത്തൊരു കോൺഫിഡൻസ് ഉണ്ട്, കേൾക്കാൻ ആളുണ്ടെന്ന്. കേൾക്കാൻ ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ കൗൺസിലേഴ്സ് ഉണ്ട്, അവിടെ സ്റ്റാഫ് ഉണ്ട്, ഇതിന് സന്നദ്ധരായ മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സ് ഉണ്ട്. അതിനുവേണ്ടി മാത്രമായിട്ട് ഒരു ടീമുണ്ട്. ആ ടീം എല്ലാ ശനിയും ഞായറും ഇരുന്നിട്ട് വെള്ളി തുടരുമോ? ഇനി വീണ്ടും ഭരണത്തിൽ വന്നാൽ ഞങ്ങൾ വന്നാൽ തുടരും. 100% ആ പദ്ധതി ഞങ്ങൾ തുടരും. കാരണം അത് വലിയൊരു അനുഭവം എന്ന് പറയുന്നത്, പാലക്കാട് ജില്ലയിൽ നിന്ന് ഏതോ ഒരു ഗ്രാമത്തിൽ നിന്ന് ഒരു പാവം അച്ഛനും അമ്മയും വിളിക്കുകയാണ് ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റിനെ. എന്നിട്ട് പറയണം, എൻ്റെ മകള് ഒരു ജോലി കിട്ടി ദുബായിലേക്ക് വരുന്നുണ്ട്, ഞങ്ങൾക്ക് ആരും അവിടെ ഇല്ല. അപ്പോൾ ആരോ പറഞ്ഞ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ വിളിച്ച് പറഞ്ഞ ഞങ്ങൾ കാര്യങ്ങളൊക്കെ ശരിയാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊരു കോൺഫിഡൻസ് കൊടുത്തു. ഞാൻ പറഞ്ഞു, ദുബായ് എന്ന രാജ്യം മനോഹരമാണ്, ഇവിടെ ഏത് പാതിരാത്രിക്കും ആർക്കും ഒരു പ്രശ്നമില്ല. അതുകൂടാതെ നിങ്ങൾ അന്വേഷിക്കേണ്ടത് നിങ്ങളുടെ കമ്പനിയുടെ കോൺട്രാക്ട്സും കാര്യങ്ങളും ഇതൊക്കെ എന്ത് ചെയ്യുക, അതൊക്കെ വെരിഫൈ ചെയ്ത് അതൊക്കെ ചെയ്യണം നോക്കുക. മകൾക്ക് എത്തിയ ഉടനെ തന്നെ ഞങ്ങളുടെ നമ്പർ കൊടുക്കുക, അവർ വന്ന് വിളിച്ചോട്ടെ. ആ കുട്ടി കൂടെ വന്ന് വിളിച്ചു. ദുബായിലൊരു സ്ഥലത്താണ് താമസം, കമ്പനി അക്കോമഡേഷനാണ്. ഞാൻ ആലോചിച്ചത്, ലോകത്ത് വേറെ ഏതെങ്കിലും രാജ്യത്തുണ്ടാവോ ഇങ്ങനത്തെ കോൺഫിഡൻസിലാക്കാൻ പറ്റുന്നത്? ഇപ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിച്ചൊന്നുമില്ലാനും നമ്മുടെ പെൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ ഇൻഡിപെൻഡൻ്റ് ആയിക്കൊണ്ട് വരുന്നത്. ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ ദുബായ് എന്ന് വെച്ചാൽ ഇത്ര സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റിയുള്ള ഒരു നാട് ലോകത്ത് വരെ ഇല്ല. നമ്മുടെ നാട്ടിലെ നമ്മളെ സംസ്ഥാനത്ത് മറു സംസ്ഥാനമൊക്കെ ആക്കുന്നതിനേക്കാളും നല്ലത് ഞാൻ പറയാം ആ കുട്ടികളോട് ദുബായിലേക്ക് വരിക, ദുബായിൽ വന്നിട്ട് ജോലി അന്വേഷിച്ചിട്ട് കാണുക, അല്ലെങ്കിൽ നാട്ടിൽ തന്നെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് ഇങ്ങോട്ട് വരിക. ഈ നാടാണ് ഏറ്റവും സുരക്ഷിതം. അപ്പോൾ അതിനെ സഹായിക്കാൻ അതോടൊപ്പം നിൽക്കാൻ ഒരു അസോസിയേഷൻ ഉണ്ട്, ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ. ലോകത്തിന്റെ മാതൃകയല്ലേ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ? ഇതൊരു അസോസിയേഷൻ ഇല്ലല്ലോ വരെ. ഞാൻ പലപ്പോഴും പറയും, എന്ന് വെച്ചാൽ 16,000 കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ, അതിൻ്റെ വരുമാനം 2 തരത്തിൽ കാണാം. ഇതിനെ ഏറ്റവും വരുമാനമുള്ള അസറ്റുള്ള ഇന്ത്യൻ അസോസിയേഷൻ ലോകത്തിലെ. നമ്പർ 2 ഏറ്റവും ചാരിറ്റി ചെയ്യുന്ന ഇന്ത്യൻ അസോസിയേഷൻ. നമ്പർ 3 ലോകത്തിലെ അസോസിയേഷൻ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഞാൻ ഒരിക്കൽ ചാലഞ്ച് ചെയ്തിരുന്നു എല്ലാവരോടും. അപ്പോൾ ജർമ്മനിലെ അസോസിയേഷൻ ഇതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ, അവർക്ക് സ്കൂളുണ്ട് കാര്യങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞു, ക്രിമിറ്റോറിയം നടത്തുന്ന ലോകത്തിലെ ഏക അസോസിയേഷൻ അത് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ. അല്ല, അതിനൊരു പേഴ്സണലി അപ്രീസിയേഷൻ നൽകേണ്ട ഒരാളാണ് നിസാർ. താങ്ക് യു. കാരണം അതിൻ്റെ വ്യക്തിപരമായിട്ട് എനിക്ക് അതിൻ്റെ പല ഘട്ടങ്ങളിലും താങ്കൾ ശ്രമിച്ചൊരു ശ്രമം എന്ന് പറയുന്നത് അത് വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതെ, 2009, 10, 11 വന്ന കാലഘട്ടങ്ങളിലെ കമ്മിറ്റിയാണ്. അതിനനുസരിച്ച് അതിന് മുമ്പിൽ അതിൻ്റെയോടൊപ്പം കയ്യൊപ്പിടാൻ എനിക്ക് പറ്റി. എൻ്റെ ഒരു പേഴ്സണൽ ലൈഫിൽ എനിക്ക് കയ്യൊപ്പിട്ട ഏത് പ്രവർത്തനം എന്ന് വെച്ചാൽ അത് ഷാർജയിലെ ഹിന്ദു സിഖ് ക്രിമിറ്റോറിയാണ്. അതിൻ്റെ ഒരു അപ്ഗ്രേഡേഷൻ ഇനി നടക്കാനുണ്ട്. അതിനെ ആ തരത്തിലേക്ക് കാര്യങ്ങൾ അന്ന് ഞാൻ പലപ്പോഴും ലോകത്ത് പല ഭാഗത്ത് സഞ്ചരിക്കുന്ന സമയത്ത് ക്രിമിറ്റോറിയം അല്ലെങ്കിൽ സെമിറ്റേരി എന്ന് പറയുന്നത് ഒരു പീസ്ഫുൾ ലാൻഡാണ്, ഭീകര ലാൻഡ് അല്ല. അവിടെ ഒരു പീസ്ഫുൾ ലാൻഡ് അതാക്കലാണ് നമ്മുടെ ഉദ്ദേശം ഉണ്ടായിരുന്നത്. അതിലേക്ക് ആ തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. ഈ തുടരും എന്ന് പറഞ്ഞു, തുടർന്ന് കഴിഞ്ഞ് ഇപ്പം തുടർന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തുടരാൻ വേണ്ടിയിട്ട് വേണം എന്തെങ്കിലും പ്രോജക്റ്റുകളായിട്ട് ഒരു വാഗ്ദാനം എന്ന രീതിയിൽ ഞങ്ങൾ ഈ ടീം തന്നെ വരികയാണെങ്കിൽ കുറേ കൂടി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, എന്തെങ്കിലും ഒരു പ്ലാൻ നിങ്ങളുടെ മനസ്സിലുണ്ടോ ഈ വാർത്തയായിട്ട് ഇപ്പോൾ പങ്കുവയ്ക്കാൻ? ഇത് കാണുന്ന ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ്റെ മെമ്പർമാരെ അറിയാൻ വേണ്ടിയിട്ട്, കാരണം വോട്ട് ചെയ്യാൻ പോകുന്ന അവരാണ് നിങ്ങളെ പിന്തുണയ്ക്കേണ്ടത്. ഇത് തുടരാൻ വേണ്ടി നിങ്ങൾ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തുടരാൻ, അല്ലാതെ എന്തെങ്കിലും ഒരു സർപ്രൈസ് ആയിട്ടുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടോ? അനുപേ, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു ഓർഗനൈസേഷൻ, അസോസിയേഷൻ അല്ലെങ്കിൽ ഒരു കൺട്രി നയിക്കുന്ന ആൾ മുമ്പിൽ വേണ്ട ഒരു വിഭാവന എന്ന് പറയുന്നത് ആ രാജ്യത്തെ അല്ലെങ്കിൽ ആ സംഘടന എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ എന്നാണ്, എങ്ങനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാന്നുള്ളത്.
ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഏറ്റവും വലിയ വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്ന സ്ഥാപനമാണ്. അതോടൊപ്പം ഒരു ചാരിറ്റി ഓർഗനൈസേഷൻ കൂടിയാണ്. പക്ഷെ അതോടൊപ്പം ഒരു കോർപ്പറേറ്റും കൂടിയാണ്. ഏകദേശം 1500 ആൾക്കാർ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നുണ്ട്. അതിൽ 95% മലയാളികളാണ്. അപ്പോൾ അത് കേരളത്തിൽ എത്ര കുടുംബങ്ങൾ? 1500 ആൾക്കാർ എന്ന് വെച്ചാൽ ഏകദേശം അല്ലേ, കുറെ കുടുംബങ്ങൾക്ക് നമുക്ക് ചെറുതായ തരത്തിൽ അവർ സഹായിക്കാൻ പറ്റുന്നുണ്ടല്ലോ. പേഴ്സണലി പറയാണ്, പലരും എന്നോട് അത് അഭിപ്രായം പറഞ്ഞു. ഈ നിസാർ തലങ്കര വന്നതിന് ശേഷം കാരണം ആളൊരു കോർപ്പറേറ്റ് രീതിയിൽ കാര്യങ്ങളൊക്കെ പഠിച്ച് ചെയ്യാൻ കഴിവുള്ള ഒരാളാണ്. അതിനുശേഷം വന്നൊരു സിസ്റ്റമാറ്റിക് ഒരു സംഭവങ്ങൾ വന്നിട്ടുണ്ടെന്ന് എന്നോട് വ്യക്തിപരമായി ഞാനിത് എനിക്കറിയാവുന്നൊരു കാര്യമായിട്ട് പറയുകയാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അതൊരു വലിയൊരു, അത് അങ്ങേക്കും അങ്ങയുടെ ടീമിനും കിട്ടുന്ന ഒരു അംഗീകാരമാണ് ശരിക്കും. അത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം ഞാൻ ഇവിടുത്തെ ഒരു കമ്പനി ഫ്രോസൺ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അതെ. അപ്പം നമ്മുടെ ബീവറേജസും ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ആ സമയത്തൊക്കെ നമ്മൾ ചെയ്യുന്നൊരു കാര്യമുണ്ട്. നമ്മളെല്ലാം കാര്യങ്ങൾ വെച്ചാൽ എഫിഷ്യൻ്റ് ആൾക്കാരെ നമ്മൾ കൂടെ എപ്പോൾ നിർത്തും. അത് സ്റ്റാഫായാലും സപ്പോർട്ടിങ് സ്റ്റാഫായ ഏറ്റവും എഫിഷ്യൻ്റ് ആയ ആ മേഖലയിൽ എഫിഷ്യൻ്റ് ആയ ആൾക്കാരെ അപ്പോൾ അവരുടെ അഡ്വൈസ് നേടും, അവരെ കൂടുതൽ കേൾക്കും, അവർ പറയുന്നത്. അങ്ങനെ നമ്മളൊരു പ്ലാൻ, ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കും, നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടത്. അതാണ് ഒരു മെയിൻ ജോബ് എന്ന് പറയുന്നത്. അപ്പോൾ സിക്ക് കമ്പനിയുണ്ട്, ഹെൽത്തി കമ്പനിയുണ്ട്. അതുപോലെ സിക്ക് യൂണിറ്റ് ഉണ്ട്, ഹെൽത്തി യൂണിറ്റ് ഉണ്ട്. ഈ സിക്കിനെ എങ്ങനെ ഹെൽത്തിലേക്ക് കൊണ്ടുപോവുക എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു വലിയ ചാലഞ്ച്. ആ കാര്യത്തിൽ കഴിഞ്ഞ 2.5 വർഷത്തെ പ്രവർത്തനത്തിൽ ഞങ്ങൾക്ക് നിസ്സംശയം പറയാൻ പറ്റും, ഞങ്ങൾ ഒന്നിച്ചു നിന്നുകൊണ്ട് തന്നെ ഇതിനെ ഒരു പരിധിവരെ നല്ലൊരു ഹെൽത്തിയിലേക്ക് അസോസിയേഷൻ്റെ ഓവറോൾ പ്രവർത്തനത്തെ കൊണ്ടുപോയിട്ടുണ്ട്. 25ഓളം പോളിസീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. 45 വർഷം ഉണ്ടായിട്ടില്ല, 25 പോളിസി ഉണ്ടാക്കിയത്. KPI സൈൻ ചെയ്യിച്ചു. എല്ലാ 1500 സ്റ്റാഫിനെ കൊണ്ടും അവർക്കറിയാം ഇപ്പം എന്താ ജോബ്, അവരുടെ ജോബ് പ്രൊഫൈൽ എന്താണ്, JD എന്താണ്. ഇപ്പോഴാണ് ഇത് കംപ്ലീറ്റ് ഈ കാലഘട്ടത്തിലുണ്ടാണ്. ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്ന ഭരണഘടന അത് മുമ്പുണ്ടായിരുന്നു. 2 പേപ്പർ അപ്പം തന്നെ എക്സ്പാൻഡ് ചെയ്ത് അതിനെ പ്രോപ്പർ ചെയ്തു, എക്കണോമിക് ഡിപ്പാർട്ട്മെൻറ്റിൽ കൊണ്ടുപോയി അതിനെ അംഗീകരിപ്പിച്ചു. അതിൻ്റെ പേരിൽ അതിൻ്റെ ആർട്ടിക്കിൾ അസോസിയേഷൻ അംഗീകരിച്ചുകൊണ്ട് അവിടെ നിന്ന് ബാർകോഡ് ഞങ്ങൾക്ക് കിട്ടി. അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ 100% ഓണർഷിപ്പിലേക്ക്, മുമ്പ് ഞങ്ങളുടെ പ്രിയങ്കരനായ ഞങ്ങളുടെ സ്പോൺസറുടെ പേരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആ പേരിന് പകരം ഗവൺമെൻറ് ഓഫ് ഷാർജ ഞങ്ങൾക്ക് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഓണർ 100%. ഇപ്പോൾ 100% ഓണർഷിപ്പിലേക്ക് കൊണ്ട് അത് വലിയ പ്രവർത്തനമാണ്. ഒരു പക്ഷേ ആൾക്കാർക്ക് മനസ്സിലാവില്ല ഇതിൻ്റെ പ്രവർത്തനം എത്രമാത്രം ഡെപ്തായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇത് ഗവൺമെൻറ്റിനെ അറിയിച്ച് അതിനെ വ്യത്യസ്തമായ ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിച്ചുകൊണ്ട് അത് ലീഗൽ ക്ലോസ് ഒക്കെ ചെക്ക് ചെയ്തുകൊണ്ട് ഒരു ഇന്ത്യ എന്ന് പറയുന്ന അസോസിയേഷനിൽ 100% ഓണർഷിപ്പിൽ ഷാർജയിലെ മെയിൻ ലാൻഡിൽ സ്ഥാപനം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഇറ്റ്സ് അച്ചീവ്മെൻറ്റ്. ഏത് വർഷക്കാലം എപ്പോഴെങ്കിലും നിസാർ തളങ്കര ഈ ലോകത്ത് നിന്ന് അല്ലെങ്കിൽ ഞങ്ങളൊക്കെ ശ്രീ പ്രകാശൊക്കെ ഞങ്ങൾ ഇവിടുന്നൊക്കെ പോവാണെങ്കിൽ തന്നെ എന്ത് ചെയ്യും, ഞങ്ങളുടെ ആ പേര് ആ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനിലും അതിലൊക്കെ എപ്പോഴും അവിടെ നിറഞ്ഞു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ചോദിച്ച ചോദ്യമുണ്ട് നെക്സ്റ്റ് ലെവൽ എന്താണെന്ന്. അപാരമായ റിസോഴ്സുള്ള സംഭവമാണ് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ. എല്ലാവരും ഒന്നിച്ച് നിൽക്കുകയാണെങ്കിൽ ഞാൻ പറയാണ് ഇവിടെ നമ്മൾക്ക് ഹയർ എൻഡ് എഡ്യൂക്കേഷൻ, അതാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്, ഹയർ എൻഡ് എഡ്യൂക്കേഷൻ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. CBSE ചെയർമാൻ ചോദിച്ചാണ് വൈ ഡോണ്ട് യു ഗോ ഫോർ എ മെഡിക്കൽ കോളേജ്. കാരണം അബുദാബിയിൽ IIT വന്നു, ദുബായിൽ IIM വന്നു, എന്തുകൊണ്ട് ഷാർജയിൽ നിങ്ങൾക്ക് ഈ സൈനോസിനോട് സംസാരിച്ചിട്ട് ഒരു മെഡിക്കൽ സംവിധാനം കൊണ്ടുവന്നുകൂടാ? ഞങ്ങൾ നിങ്ങളോടൊപ്പം നിൽക്കാൻ തയ്യാറാണ് എന്ന് വളരെ ആവേശകരമായി അദ്ദേഹം നമ്മളൊക്കെ വിസിറ്റ് ചെയ്യും നമ്മൾ പറഞ്ഞ സംഭവമാണ്. ഒരു ഇന്ത്യൻ്റെ അസോസിയേഷൻ്റെ പേരിൽ ഇത്രയധികം സമ്പത്തോ ഇത്രയധികം റിസോഴ്സസോ ഇത്രയധികം ലാൻഡോ അത്ഭുതപ്പെട്ട കാര്യമാണ്. അതുകൂടത്തെ ഈ സൈനസ്, ഷാർജയുടെ ഈ സൈനസ് അമിതമോ ഏറ്റവും സപ്പോർട്ട്, നമ്മുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അദ്ദേഹമാണ്. അദ്ദേഹത്തിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കാണ്. അപ്പോൾ അതൊന്നും കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ എന്ത് പറ്റും, നമുക്ക് അത് കൊണ്ടുവരാൻ പറ്റും. ഞാൻ ആലോചിച്ച ഫുഡ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ. നമുക്ക് ഏറ്റവും നല്ല ഫുഡ് കോളേജ്, ടെക്നോളജി കോളേജ് UAEക്ക് ഏറ്റവും ആവശ്യം അതാണ്, ഫുഡ് ടെക്നോളജി. അതിൽ ക്വാളിറ്റി മേഖലകൾ, ഏത് ഫുഡ് ടെക്നോളജി മേഖല HACCP ഒക്കെ പറയുന്ന തരത്തിലുള്ള ക്വാളിറ്റി സർട്ടിഫിക്കേഷൻസ് നമ്മൾ കുട്ടികൾക്ക് 12 കഴിഞ്ഞാൽ തന്നെ നേരിട്ട് ജോബ് കിട്ടാൻ പോകുന്ന തരത്തിലുള്ള കോളേജസ് എന്തുകൊണ്ട് ഉണ്ടായിക്കൂടാ? എന്തുകൊണ്ട് നമുക്കൊരു ക്ലിനിക് നമ്മുടെ മുമ്പിൽ വന്ന വലിയ പ്രൊജക്റ്റ് ആയിരുന്നു. കഴിഞ്ഞ വർഷത്തെ നമ്മളൊരു വലിയ ഡിസഗ്രിമെന്റ്, ഇപ്പം നമ്മൾ വിട്ടുപോയ ആൾക്കാരായിട്ടുള്ള ഡിസഗ്രിമെന്റ് അതായിരുന്നു. എന്താ വെച്ചാൽ അത് അനാവശ്യമായി അത് വെച്ച് നീട്ടി, ഒരാവശ്യമില്ലായിരുന്നു. അതുപോലെ തന്നെ ഇതുപോലെ ചേർത്ത് വയ്ക്കട്ടെ, കാരണം കേരളം ഒരു 15ാമത്തെ ജില്ലയായിട്ടാണ് നമ്മൾ UAE കാണാറുള്ളത്. 14 കറക്റ്റ്. ഇപ്പം ഇവിടുത്തെ പല രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ നാട്ടിലേക്ക് ചികിത്സയ്ക്ക് പോകുന്നു. ഇപ്പം നാടുമായിട്ട് സഹകരിച്ചുകൊണ്ട്, സർക്കാരുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഇവിടെ ഒരു ഹോസ്പിറ്റൽ, ഒരു സർക്കാരിൻ്റെ ഒരു സംവിധാനം എന്ന രീതിയിൽ ഒരു ഹോസ്പിറ്റൽ ഇവിടുത്തെ ഗവൺമെൻറ്റുമായിട്ട് സഹകരിച്ചുകൊണ്ട് നാട്ടിൽ നിന്ന് തന്നെ ഡോക്ടേഴ്സിനെ 5 ഇയേഴ്സോ അല്ലെങ്കിൽ 2 ഇയേഴ്സോ ഡെപ്യൂട്ടേഷനിൽ കൊണ്ടുവന്നിട്ട് അങ്ങനെ ഒരു പ്ലാനിനെ കുറിച്ച്
ആലോചിച്ചുകൂടെ ഇന്ത്യൻ അസോസിയേഷന്? കാരണം അതൊരു വലിയൊരു വിപ്ലവമായിരിക്കും. കാരണം ഇവിടുത്തെ സാധാരണക്കാരായ ആൾക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനുള്ള ഒരു സൗകര്യം, അതിൻ്റെ ഒരു സാധ്യതകളെക്കുറിച്ച് പരിശോധിച്ചാൽ നന്നായിരിക്കുന്നു ഞങ്ങൾക്കൊരു അഭിപ്രായമുള്ളത്. കാരണം 10-15 വർഷം ഇവിടെ ഒരു മാധ്യമപ്രവർത്തനം നടത്തിയുകൊണ്ട് എൻ്റെ ഒരു സജഷനായിട്ട്, ഞങ്ങളുടെ ഒരു അഭിപ്രായമായിട്ട് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ നിസാർ തലങ്കരെ? ഞാൻ സീരിയസ് ആയി ആലോചിച്ച സംഭവമാണത്. എന്തുകൊണ്ട് വെച്ചാൽ ഒരു ദിവസം രാവിലെ ഒരു പെൺകുട്ടി വിളിക്കുകയാണ്. അവർക്കും ഹസ്ബൻഡിനും ഒന്ന് കാണണം വൈകുന്നേരം. ഞാൻ സമയം കൊടുത്തു, വന്നോളൂ. ഞാൻ ഒന്ന് അവിടെ ഇരുന്ന ശേഷം അവർ പറഞ്ഞു, പെൺകുട്ടി പറഞ്ഞതെന്ന് വെച്ചാൽ എൻ്റെ അച്ഛനും അമ്മയും നാട്ടിൽ നിന്ന് എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണം. ഞാൻ ഓക്കെ, കൊണ്ടുവരണമെങ്കിൽ അവർ രണ്ടുപേരും ഡയാലിസിസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ ഒരു വീക്കിൽ ചെയ്യുന്നതിന് ഏകദേശം 600 ദിർഹംസ് കോസ്റ്റ് വരുന്നുണ്ട്. 2400 ചില്ലാൻ കോസ്റ്റ്. അപ്പോൾ എനിക്ക് ഭർത്താവിന് അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളുടെ സംവിധാനത്തിൽ ഏതെങ്കിലും ഒരു ഡയാലിസിസ് ഏരിയ ഉണ്ടോ എന്ന് ഞാൻ മാക്സിമം ട്രൈ ചെയ്ത് ഏറ്റവും കുറഞ്ഞ തരത്തിൽ ഞാൻ സ്ഥലത്ത് അവരെ ചെയ്തു കൊടുത്തു. പക്ഷെ എന്നാൽ അവർക്ക് അത് അഫോർഡബിൾ അല്ല. ഞാൻ എൻ്റെ ഒരു മനസ്സിൽ പോയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഡയാലിസിസ് എന്ന് പറയുന്നത് വളരെ കോമൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ കോമൺ ആണ്. ഇപ്പം നമ്മളിൽപ്പെട്ട പല ആൾക്കാരും വളരെ ആക്റ്റീവ് ലൈഫ് ഉണ്ടാകുന്നതോടൊപ്പം അവർ ഡയാലിസിസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം എന്തുകൊണ്ട് ഇപ്പോൾ കേരളത്തിൽ കാണുന്നില്ല, എല്ലാ സ്ഥലത്തും വില്ലേജുകളൊക്കെ ഡയാലിസിസ് വിഷയം വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല, എനിക്ക് തോന്നുന്നു ഇപ്പം വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി വരുന്നൊരു സമയത്ത് ഈ ഒരു പ്രോജക്റ്റ് എനിക്ക് തോന്നുന്നു നിസാർ തലങ്കരെ പോലുള്ള ആളുകൾക്ക് അത് ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയാണ് ക്ലിനിക്ക് വേണമെന്ന് ഞാൻ പറഞ്ഞു. ക്ലിനിക്ക് പറഞ്ഞാൽ വെറും ക്ലിനിക്ക് അല്ല പറഞ്ഞത്. ക്ലിനിക്കിന്റെ പുറകെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. ലെറ്റ് us എൻറ്റർ ഇൻ ദ മെഡിക്കൽ ഏരിയ. അത് ഓട്ടോമാറ്റിക്കലി അത് ക്ലിനിക്ക് ഒരു ഡേ കെയർ സെന്റർ ആയിട്ട് മാറണം. ആ ഡേ കെയർ സെന്ററിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡയാലിസിസ് മെഷീൻ കാര്യങ്ങൾ കൊണ്ടുവരണം. അവിടെ നിന്ന് നമ്മൾ പോകുന്നത് ട്രാവലാണ്. ഇതൊരു 10 years പ്ലാനാണ് ഉണ്ടായത്. എൻഡ് ഓഫ് ദി ഡേ ആ ഹോസ്പിറ്റൽ ആകുന്നതോടുകൂടി മെഡിക്കൽ കോളേജും നമ്മളെ മുമ്പിലേക്ക് വരണം. ഇതായിരുന്നു ഒരു പ്ലാൻ. അപ്പോൾ നമ്മുടെ ആ ഒരു മനസ്സിലുണ്ടായ വലിയ ആശയാണ് ഇപ്പം അനൂപ് ചോദിച്ചത്. അത് ആ ക്ലിനിക്ക് തുടങ്ങാൻ പോലും പല ആൾക്കാരും വിട്ടില്ല. അതിന് പിറകിൽ സാധാരണഗതി നമ്മുടെ നാട്ടിൽ നടക്കുന്ന രാഷ്ട്രീയം അതിന് പിറകിൽ വന്നു. അപ്പോൾ അത് നടക്കാൻ പാടില്ല എന്നുള്ള തരത്തിൽ കൂടുതലുള്ള ആൾക്കാർ അത് പ്രവർത്തിക്കുമ്പോഴാണ് നമ്മൾ ഇനി അത് ശരിയാവില്ല, നടത്തണം. ഞങ്ങൾ പറയാൻ പോകുന്ന ഒരു കാര്യമുണ്ട്. അഥവാ ഞാൻ പറയുന്ന ഞാൻ ശ്രീപ്രകാശ് GBB അടങ്ങുന്ന ആ ഗവൺമെന്റ് അല്ലെങ്കിൽ ആ ടീം വന്ന ഉടനെ തന്നെ ചെയ്യാവുന്ന ആദ്യത്തെ 5 ഇനത്തിൽ ഒന്നാണ് ക്ലിനിക്ക്. യാ സംശയമില്ല കാര്യം. അതനുസരിച്ചിട്ട് വോട്ടർമാർ എനിക്ക് വോട്ട് തരണം എന്ന് തന്നെയാണ് എനിക്ക് പറയുന്നത്. എന്തായാലും വിജയാശംസകൾ നിങ്ങൾക്ക് 3 പേർക്ക് നേരുകയാണ്. അത് 3 പേരും വരണം. അതുകൂടാതെ 3 പേര് മാത്രമല്ല, എന്റെ കൂടെയുള്ള മുഴുവൻ പാനലും അത് വന്നാൽ മാത്രമേ ഇത് ഈ പ്രോമിസ് ഉള്ളൂ. ഇല്ലെങ്കിൽ നടക്കില്ല. അപ്പോൾ ഒരു വലിയൊരു വാഗ്ദാനം. എനിക്ക് തോന്നുന്നത് ഇന്ന് നമ്മൾ ഈ സംസാരിച്ചതിന്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതാണ്. നമുക്കൊരു ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് അഫോർഡബിൾ ആവുന്ന പ്രൈസിൽ കേരളവുമായിട്ട് സഹകരിച്ചുകൊണ്ടുള്ള ഒരു വലിയ സംവിധാനത്തിന്റെ ഒരു ആലോചന, അതൊരു വലിയൊരു ഹൈലൈറ്റ് ആണ്. എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ്. അതുകൂടാതെ നമ്മുടെ അറിയപ്പെടുന്ന നേതാക്കന്മാരൊക്കെ ഇതിൽ മിനിസ്ട്രിയിലുണ്ട്. കുഞ്ഞാലിക്കുട്ടി സാഹിബാണെങ്കിലും പിന്നെ മറ്റുള്ള അതെ. അപ്പോ പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തുള്ള എല്ലാ തരത്തിലും ഇന്നലെ ഞാൻ യൂസഫിക്കായിട്ട് സംസാരിക്കുകയായിരുന്നു. അദ്ദേഹവും ഈ തരത്തിൽ മേഖലയൊക്കെ നമ്മൾ പ്രവർത്തനം നടത്തുമ്പോൾ അദ്ദേഹം അതിനൊക്കെ പരിപൂർണമായി നമ്മളോടൊപ്പം ഉണ്ട്. അപ്പോൾ ഗവൺമെന്റ് തലത്തിലും വലിയ അപ്രൂവൽസും കാര്യങ്ങളും ഷാജഹാൻ കിട്ടാൻ വളരെ ഈസിയാണ്. ഇപ്പോഴുള്ള റിസോഴ്സ് ഉപയോഗിക്കുക. ഇപ്പോൾ നമ്മുടെ ഈ സാഹചര്യം, ഈ പോസിറ്റീവ് സാഹചര്യം അത് നമ്മൾ ഉപയോഗിക്കണം എന്ന് തന്നെയാണ് മെമ്പർമാരോട് എനിക്ക് പറയാനുള്ളത്. എന്തായാലും മെമ്പർമാരോട് പറയട്ടെ, ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്ന് പറയുന്ന നിസാർ തലങ്കരയുടെ നേതൃത്വത്തിൽ ശ്രീപ്രകാശ്, GB ഈ 3 പേരടങ്ങുന്ന ഒപ്പം മാനേജ്മെന്റ് കമ്മിറ്റി, ഇവരുടെ ഫുൾ ടീം അത് ജയിച്ചാൽ ഇത്തരം കാര്യങ്ങൾ ഇവിടെ സാധ്യമാക്കുമെന്ന് UAE വാർത്തയോട് പറയുകയാണ്. എന്തായാലും വിജയാശംസകൾ നേരുകയാണ് ശ്രീ നിസാർ തലങ്കര. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.